ഉണ്ണി മുകുന്ദൻ നായകനായി 15-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിന്റെ ഹിന്ദി വേർഷന്റെയും തെലുങ്ക് വേർഷന്റെയും ഇതുവരെയുള്ള കളക്ഷനെ കുറിച്ചും ഇന്ന് തമിഴ് വേർഷൻ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടല്ലോ. അവിടെ എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിന്റെ മലയാള വേർഷന്റെ കളക്ഷനിൽ നേരിയ ഇടിവാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ കൊണ്ടും തെലുങ്ക് വേർഷൻ കൊണ്ടും അതിനെയെല്ലാം ഓവർകം ചെയ്ത് ബോക്സ് ഓഫീസിൽ ശക്തനായിട്ട് തന്നെയാണ് 14-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിൽ ഈ ഒരു ചിത്രം മുന്നേറിയിരിക്കുന്നത്. 14 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മലയാള വേർഷന് 4,76,00,000 രൂപ നേടാനും ഹിന്ദി വേർഷന് 5,82,00,000 രൂപ നേടാനും തെലുങ്ക് വേർഷന് 2,24,00,000 രൂപ നേടാനും സാധിച്ചു. 12,82,00,000 രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കോ എന്ന ചിത്രത്തിന്റെ കളക്ഷൻ. ഓർക്കുക, ഡബ്ബിംഗ് പതിപ്പായ തെലുങ്ക് വേർഷന് 2 ദിവസങ്ങൾ കൊണ്ടാണ് 2,24,00,000 രൂപയിലേക്ക് എത്തപ്പെടാൻ അവിടെ സാധിച്ചത്. ചിത്രത്തിന്റെ തമിഴ് വേർഷൻ ഇന്നാണല്ലോ തിയേറ്ററിൽ എത്തുന്നത്. ഉണ്ണി മുകുന്ദൻ അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സ്ക്രീനിലാണ് ഈ ഒരു സിനിമ എത്തുന്നത് എന്നൊക്കെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് 130ഓളം സ്ക്രീനിലാണ് ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ ഇന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുന്നത് എന്ന്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഞാൻ രാവിലെ തന്നെ എടുത്ത വീഡിയോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിലീസാണ് തമിഴ്നാട്ടിൽ കിട്ടിയത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം തെലുങ്ക് വേർഷനൊക്കെ 300-ൽ കൂടുതൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെയാണ് തമിഴ് വേർഷന് 130-ൻ്റെ അടുത്ത് മാത്രം സ്ക്രീന് കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളവും തമിഴും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ. മലയാള പതിപ്പ് തന്നെ തമിഴിലെ ഓഡിയൻസിന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു തമിഴ് വേർഷൻ അത്രയും ഭാഷയും കാര്യങ്ങളെല്ലാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കാം തമിഴ് വേർഷൻ അവിടെ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുക്കിങ്ങിലേക്കൊന്നും എത്തപ്പെടാൻ മാർക്കോ എന്ന ചിത്രത്തിന്റെ തമിഴ് വേർഷന് തമിഴ്നാട്ടിൽ സാധിച്ചിട്ടില്ല. 2 ആഴ്ച മുന്നേ തന്നെ തമിഴ്നാട്ടിൽ മലയാള വേർഷൻ റിലീസ് ചെയ്ത് മികച്ച റിവ്യൂസ് കാര്യങ്ങളെല്ലാം നേടിയതാണ്. എന്നാൽ ആ ഒരു അഡ്വാൻറ്റേജ് ഒന്നും തമിഴ് വേർഷൻ റിലീസായ സമയത്ത് സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനി ചിലപ്പോൾ ആദ്യ റിവ്യൂസ് കാര്യങ്ങളെല്ലാം തമിഴ് വേർഷന്റെ വന്ന് കഴിയുമ്പോൾ ബുക്കിംഗ് എല്ലാം ഒന്നും കൂടെ വേഗത്തിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ഹിന്ദി നാട്ടിലും അതോടൊപ്പം തന്നെ തെലുങ്ക് നാട്ടിലൊക്കെ കൊളുത്തിയ ഒരു കൊളുത്ത് തമിഴ്നാട്ടിൽ കൊളുത്തുമോ എന്നുള്ളത് സംശയം തന്നെയാണ് രാവിലത്തെ ഈ ഒരു ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത്.